തോമസ് കെ തോമസ്, നമുക്കറിയാം NCP-യിൽ നടക്കുന്ന ചർച്ചകൾ. താങ്കൾക്കൊപ്പം പാർട്ടിയുടെ നേതൃതലത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട് താങ്കളെ മന്ത്രിയാക്കണമെന്ന കാര്യത്തിൽ. പക്ഷെ അത് നടപ്പിലാക്കാനാവുന്നില്ല. ഇന്നലെ ഈ ഇടതുമുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, ഇപ്പോൾ ഇത് NCP-യുടെ വിഷയം മാത്രമാണ്, മുന്നണിയുടെ അജണ്ടയിലേക്ക് വന്നിട്ടില്ലെന്ന്. നിങ്ങൾ മുന്നണി നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കാറായില്ലേ? ഇല്ല, ഇത് നേരത്തെ എടുത്ത തീരുമാനം മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടില്ലല്ലോ. ഞാൻ അറിയിക്കേണ്ടത് ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അല്ലേ? അതെ, അതിന്റെ നടപടിക്രമങ്ങൾ എവിടം വരെ എത്തി ഇപ്പോൾ? ഇല്ല, നമ്മളിപ്പോ ഔദ്യോഗികമായിട്ട് അറിയിക്കാന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ലേ. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പാർട്ടിക്കകത്തെ ഒരു തീരുമാനം എന്തായാലും അത് അംഗീകരിക്കും എന്നതാണോ മുഖ്യമന്ത്രിയുടെയും ഈ ഇടതുമുന്നണി നേതൃത്വത്തിന്റെയും ഒക്കെ നിലപാട്? പിന്നെ മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ പറഞ്ഞു. അതെ, അത് നേതൃത്വം എന്ന് പറയുന്ന PC ചാക്കോയും സുപ്രിയ സുലെയും പിന്നെ അതുപോലെ ശരത് പവാർജി, ഇതിന് 3 പേരും കൂടെ ആണല്ലോ തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം. അവര് തീരുമാനിച്ച് അറിയിക്കട്ടെ, അതാണ് എന്റെ. ശരിയാണ്. ഈ AK ശശീന്ദ്രൻ അദ്ദേഹം വഴങ്ങി തരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും? ഇല്ല, ഒരു വ്യക്തിയിലല്ലോ പാർട്ടി ഇരിക്കണോ? ഒരു വ്യക്തിയല്ലല്ലോ പാർട്ടി. പാർട്ടി എന്ന് പറയുന്ന കൂട്ടായിട്ടുള്ള തീരുമാനമല്ലേ. അപ്പൊ അതിന് തീരുമാനം എടുക്കേണ്ട ആൾക്കാർ തീരുമാനം എടുത്ത് അറിയിക്കട്ടെ. അപ്പൊ ഞാനിപ്പോ ആ പോസ്റ്റ് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇതിലൊന്നും സമ്മതിക്കത്തില്ല. അത് ഒരു സ്വാഭാവികമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ മറ്റു അതിനകത്തൊന്നും എനിക്ക് പറയാനായിട്ടില്ല. കാരണം നമുക്ക് എന്തൊക്കെയാണ് സത്യം, ഏതൊക്കെ രീതിയിലാണ് മുന്നേ നടന്ന ചർച്ചകളെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴും ന്യൂസിനകത്ത് കാണുന്ന ചർച്ച നടന്നിട്ടേ ഇല്ലെന്നുള്ളതാണ്. പിന്നെ അതിനൊക്കെ എന്ത് മറുപടി പറയുന്നത്? പിന്നെ ഈ നടക്കുന്നതൊക്കെ എന്നാണ്? ഇപ്പൊ നിങ്ങളൊക്കെ വിളിക്കുന്നത് എന്തിനാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ അതിനകത്തൊരു വിഷയമാണല്ലോ. എന്തിനാ നമ്മളൊരു കോലാഹലത്തിലേക്കൊന്നും പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതിന് ഔദ്യോഗികമായിട്ട് തീരുമാനിക്കേണ്ടത് തീരുമാനിച്ച് മുഖ്യമന്ത്രി അറിയിക്കും. ഓക്കെ, അത് വരട്ടെ. ഒരു കാര്യം കൂടിയുള്ളത്, ഈ 2.5 വർഷത്തിന് ശേഷം ഒരു മന്ത്രിസ്ഥാനം കൈമാറ്റം, അതാണല്ലോ താങ്കൾ പറയുന്നത്. ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഉണ്ടായിരുന്ന ഒരു ധാരണ, ഇക്കാര്യം മുന്നണി നേതൃത്വത്തിനും അറിയാമായിരുന്നു. അന്ന് ഇടതുമുന്നണി നേതൃത്വത്തിനും ഇക്കാര്യം അറിയാമായിരുന്നു. അന്ന് പ്രഫുൽ പട്ടേലായിരുന്നല്ലോ ഇവിടെ വന്നിരുന്നേ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 MLA-മാരുണ്ടായപ്പോൾ പവാർജിയുടെ നിർദ്ദേശപ്രകാരം പ്രഫുൽ പട്ടേല കേരളത്തിൽ വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് അന്ന് സംസാരം നടന്നതും അതിന് തീരുമാനം ഉണ്ടായത്. അത് എന്താണെന്നുള്ള അദ്ദേഹം അന്ന് അത് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ എന്താണ് പറഞ്ഞത് നമുക്കറിയത്തില്ല. ഇതിപ്പം പറഞ്ഞോളൂ. അപ്പം അവർക്കറിയാമോ ഇല്ല, അത് കേന്ദ്ര നേതൃത്വമാണ് ഇപ്പോഴും അവരോട് പറയാനായിട്ട്. കാരണം ഇതൊന്നും നമ്മളന്ന് വെളിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ. അതെ, അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പാർട്ടിയിൽ ഒരു തർക്കം ഉണ്ടാവുകയാണ്. ശശീന്ദ്രൻ പിന്നോട്ട് പോവാത്ത ഒരു സ്ഥിതി വരുന്നു. പാർട്ടിക്ക് 2 MLA-മാരാണുള്ളത്. മുന്നണിക്ക് 2 പേരെയും നിലനിർത്തി പോവുകയും ചെയ്യണം. ഈ ഒരു സാഹചര്യത്തിൽ ഇത് മുന്നണിക്ക് മുന്നിൽ ഒരു പ്രതിസന്ധിയാണെങ്കിൽ പാർട്ടി ഇതൊരു മുന്നണിയെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുമോ? ആ തരത്തിലേക്ക് നീങ്ങുമോ? ഏത് മുന്നണിയെ ധരിപ്പിക്കാൻ? LDF. ഇല്ല, കേന്ദ്ര നേതൃത്വമല്ലേ ചെയ്യേണ്ടത്, അവർ ചെയ്യും. പവാർജിയും ഞാൻ പറഞ്ഞില്ല, PC ചാക്കോ ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും എന്ന് പറയുന്നത് PC ചാക്കോ. അദ്ദേഹമാണല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പൊ അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹത്തിന്റെ അജണ്ടയിൽപ്പെട്ട കാര്യമാണ്, അദ്ദേഹം തീരുമാനിക്കട്ടെ. അല്ലാതെ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. ഇത് ഒരു അഭിപ്രായം പറയേണ്ട കാര്യമല്ലല്ലോ. ഇത് വളരെ ക്ലിയർ അല്ലേ. ഓരോരുത്തരുടെ സംസാരത്തിൽ നിന്നും നിലപാടിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. നമ്മള് സ്വയം ഒരു അവജ്ഞയിലേക്ക് പോകാതെ ഇത് രമ്യമായിട്ട് പരിഹരിക്കാന്നുള്ള അതിനകത്തൊക്കെ സത്യം എന്നുള്ള എല്ലാവർക്കും അറിയാം. ചുമ്മാ ഒന്നും പിന്നെ PC ചാക്കോയോ ശരത് പവാറോ ഒന്നും അതിനകത്ത് ഇടപെട്ടിട്ട് ഇങ്ങനൊന്നും പറയത്തില്ലല്ലോ, പറയൂ. അത് രമ്യമായിട്ട് പരിഹരിക്കുക. അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് നൽകുക എന്നുള്ളതാണ്. ശരി, ഈ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ താൻ MLA സ്ഥാനം കൂടി രാജിവെക്കുമെന്ന് ശശീന്ദ്രൻ ഒരു നിലപാടെടുത്തു. അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന യഥാർത്ഥത്തിൽ മുന്നണി നേതൃത്വത്തെയും കൂടി ഇടതുമുന്നണി നേതൃത്വത്തെയും കൂടി പ്രതിസന്ധിയിലാക്കുകയല്ലേ ചെയ്യുന്നത്? ഞാൻ അതിനെന്താ മറുപടി പറയുന്നത്? ശശീന്ദ്രൻ പറയുന്നു ഞാൻ മന്ത്രി അല്ലെങ്കിൽ ഒരു MLA സ്ഥാനം രാജിവെക്കും. അപ്പൊ അതിന്റെ പിന്നിൽ എന്നാന്നുള്ളത് ശശീന്ദ്രനാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഞാൻ അങ്ങനെ 2.5 വർഷം കഴിഞ്ഞപ്പോ ഇത് തന്നെ പറയേണ്ടതല്ലേ? മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഞാൻ MLA സ്ഥാനവും ഇതുപോലെ രാജിവെക്കുമെന്ന് എനിക്ക് വേണം പറയരുത്. അപ്പം പാർട്ടി
പാർട്ടിയുടെ നന്മയല്ല അവർ ഉദ്ദേശിക്കുന്നത്, അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ് ആണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഞാനൊന്നും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ രാജിവെക്കുന്ന പാർട്ടി ഉള്ളൂ. ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അതല്ല, പാർട്ടി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഇപ്പൊ ശശീന്ദ്രനെ നിങ്ങൾ ഒന്ന് നോക്കിയാൽ, ശശീന്ദ്രൻ 2020 തന്ന 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ വാട്സപ്പിലോട്ട് വേണം തരാം, ഒന്ന് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടി എന്നോട് പറഞ്ഞ എല്ലാ സ്പോട്ടിൽ ഞാൻ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെ, കാരണം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് വിരോധമായിട്ട് ഇപ്പം പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ലാഭകരമായ കാര്യങ്ങളുമായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. നമ്മൾ ഇങ്ങനെയുള്ള ഒരു കമന്റുകളും പറയാറില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല.